ആദ്യ ദിവസം നിക്കാഹ്, രണ്ടാമത്തെ ദിവസം ചെക്കൻ്റെ വീട്ടുകാർ റിസപ്ഷന്, ഇന്ന് പെണ്ണിൻ്റെ വീട്ടുകാർ റിസപ്ഷന്. അപ്പോൾ ഇന്ന് അവർ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതാണ്, കാണിച്ചിരുന്നല്ലോ ഫാമിൽ, അപ്പോൾ അവിടെയാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഓട്ടത്തിലൊക്കെയാണ്. ഇന്ന് എൻ്റെ അടുത്തുള്ള വണ്ടി, ഗോവയിൽ ഓടാനുള്ള വണ്ടി, സ്വിഫ്റ്റ് ഫുൾ ഓപ്ഷൻ. ഇപ്പോൾ സമയം 5:30 മണിയായിട്ടുണ്ട്. 7 മണിക്ക് അവരെത്തും. അപ്പോൾ അതിനു മുമ്പ് കുറച്ച് പണികളൊക്കെ തീർക്കാനുണ്ട്. ഇന്നലെ മുഴുവൻ ഫോട്ടോസ് എൻ്റെ ഫോണിലെടുത്തത്. ക്യാമറമാൻമാരൊക്കെ ഉണ്ട്, ക്യാമറയുണ്ട്, വീഡിയോഗ്രാഫർ എല്ലാം ഉണ്ട്. പക്ഷെ അവരുടെ ഫോട്ടോ ഒക്കെ എപ്പോഴും എത്തുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ എൻ്റെ മൊത്തം ഫോട്ടോ എടുത്തിരുന്നു, ഫാമിലിയും സിംഗിളും മറ്റേതൊക്കെ ആയിട്ട് മൊത്തത്തിൽ. അപ്പോൾ ഇന്ന് രാവിലെ നാസ്ത കഴിച്ച് കുത്തിരിഞ്ഞിട്ട് ഒരു ഉച്ച വരെ എടുത്ത ഫോട്ടോകളൊക്കെ സെലക്ട് ആക്കി സെറ്റാക്കിയിട്ട് എല്ലാം ഗ്രൂപ്പിലിട്ട്, ഫാമിലി കല്യാണത്തിന് വേണ്ടി മാത്രം ഗ്രൂപ്പ് അതിലിട്ട് കൊടുത്ത്. ഇവിടെ സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട്. അത് കഴിഞ്ഞ് പോകണം. ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേന് അവരെത്തും. അപ്പോഴേക്ക് ഫുൾ റെഡി ആവണം. ഗോവയിൽ ഞാനുള്ള ഈ ഒരു ഏരിയ അഥവാ വാൾപേ ഏരിയയിൽ വേറെ 3-4 ദിവസമായി ഇവിടെ പെരും മഴയാണ്. ഇപ്പം ഇന്നും മഴയായിരുന്നു. നമ്മുടെ നാട്ടിലും നമ്മൾ മാവ്, പ്ലാവ് തുടങ്ങിയുള്ള മരങ്ങളൊക്കെ നമ്മൾ പിന്നെ വെച്ചുപിടിപ്പിക്കാറുണ്ട് വീട് മുറ്റത്ത്. പക്ഷേ ഇത്രത്തോളം സുരക്ഷയിൽ വെക്കലുണ്ടോ? ഇത്രത്തോളം വേലി കെട്ടി ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കലുണ്ടോ? ഇതൊരു സംഭവം എന്താണെന്ന് അറിയാം. ഉള്ളിൽ നോക്കിയാൽ കുറേ ഒന്നുമില്ല. പേര് പറഞ്ഞു പപ്പായൻ്റെ, ഇവിടെ ഒരു മാവിൻ്റെ തൈ ഉണ്ട്, അവിടെ വേറൊരു പപ്പായൻ്റെ തൈ, ഇതേപോലെ ഇപ്പുറത്ത് വന്നുണ്ട്. ഇവിടെ ഒരു മാവിൻ്റെ തൈ. ഈ ഒരു തേക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും അടുപ്പിച്ച് ചെയ്യുന്നത്. ഇതൊരു രസത്തിന് ചെയ്യുന്നതല്ല. ഇത് സംഭവം എന്ന് വെച്ചാൽ ഇവിടെ പശുക്കളുടെ ശല്യം ഭയങ്കര ശല്യമാണ്. റോഡിലും ഈ 2-3 സെറ്റ് വണ്ടി ഓട്ടുമ്പോൾ, ഈ ഏരിയയിലൊക്കെ വണ്ടി ഓട്ടുമ്പോൾ ഇല്ലേ, പശുക്കളൊക്കെ റോഡിൻ്റെ നടുവിൽ കിടക്കുന്നത്. അത് വലിയ സൈസുള്ള സാധനങ്ങൾ, പശുവും പോത്തും എല്ലാ കാളയും എല്ലാ സാധനമുണ്ട് റോഡിൻ്റെ നടുവിലേക്ക് കിടക്കുന്നത്. പിന്നെ നമ്മൾ നിർത്തി അപ്പുറം സൈഡിലെടുത്ത്. ഇന്നലെ ബസ്സിൽ പോകുന്ന സമയത്ത് ബസ് റോഡിൻ്റെ പുറത്ത് കൂടെ ഒക്കെ എടുത്തിട്ടാണ് പോയത്. കാരണം ഇറ്റങ്ങൾ ഓടിനടിച്ചാൽ മാറൂല, ഇവർക്ക് പരിചയമായി. എന്നാൽ ആരെങ്കിലുമൊക്കെ വന്നൊന്ന് എടുത്ത് കൊണ്ടുപോയിട്ട് ഇതിന് വേണ്ട ഒരു സംരക്ഷണം കൊടുക്കുക, അങ്ങനെ സംഭവമൊന്നുമില്ല. ഇപ്പം ഞാൻ നിൽക്കുമ്പോഴെന്താ ഇവിടെ കുറേ പശുക്കൾ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് എന്നിട്ട് ഇവിടെ കയറി കുറച്ച് പുല്ലൊക്കെ തന്ന് എന്നിട്ട് ഇങ്ങനെ പോയി. അവിടെ വളവൊക്കെ കഴിഞ്ഞങ്ങ് പോയി. പക്ഷേ റോഡിൽ നിന്നല്ല, എല്ലായിടത്തും ഉണ്ട്. ഇപ്പം ഒന്ന് മഴക്കാലം ആയതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ചാണകം കാണാത്തത്. ഇല്ലെങ്കിലല്ല ഈ വഴിയിലൊക്കെ മൊത്തം ചാണകമായിരിക്കും. മഴക്കാലം ആയതുകൊണ്ട് പഠിച്ചോൻ കാത്ത് അത് നല്ല സ്മെല്ലും ഉണ്ടാവും. എന്തൊരവസ്ഥയാണല്ലേ. ഇവരൊക്കെ തിന്നാൻ പറ്റൂല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവർക്കൊരു സംരക്ഷണം കൊടുക്കണം. ഇതൊന്നുമില്ല. ഇത് മൊത്തം നാട് മൊത്തം അലഞ്ഞ് തിരിഞ്ഞ് അതൊന്നൊന്നല്ല കൂട്ടത്തോടെ. ഓക്കെ, അത് തിന്നാൻ പറ്റില്ല എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ഇതാണ്. അതിനനുസരിച്ച് ഒരു സംരക്ഷണം കൊടുക്കണ്ടേ. അതും ചെയ്യാത്തതാണ് വലിയ പ്രശ്നം. സെക്കൻഡ് വിട്ടുന്ന ആൾക്കാർ വന്ന് അവരൊക്കെ വന്ന് അവിടെ ഇരുന്നിട്ടുണ്ട്. ഒന്നുമില്ല, അവർ വരുന്നു. അപ്പോൾ അവരെ തലയിലേക്ക് പൂവൊക്കെ എറിഞ്ഞ് സ്വീകരിക്കുന്നു. അതൊക്കെ തന്നെ. ഇതൊക്കെ ആയിട്ട് എന്തൊക്കെയോ കളികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ചെക്കനും പെണ്ണും